ഇപ്പോൾ വാരാന്ത്യ ലോക വൃത്താന്തം കേൾക്കാം. പ്രൊഫസർ ജെ ജേക്കബ് അവതരിപ്പിക്കുന്നു. വാരാന്ത്യ ലോക വൃത്താന്തം. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ലോകവൃത്താന്തത്തിലേക്ക് സ്വാഗതം. ഹിഡൻബർഗ് കേസ് അന്വേഷണം CBI പോലെയുള്ള ഏജൻസികൾക്ക് കൈമാറണം എന്നാവശ്യപ്പെടുന്ന ഒരു കൂട്ടം ഹർജികളാണ് ബുധനാഴ്ച സുപ്രീം കോടതി തീർപ്പാക്കിയത്. കഴിഞ്ഞ ജനുവരിയിലാണ് ഹിഡൻബർഗ് റിപ്പോർട്ട് പുറത്തു വന്നത്. ഭീമൻ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ നടത്തുന്ന അഴിമതികളെക്കുറിച്ച് ഗവേഷണം നടത്തുന്ന ഒരു സ്ഥാപനമാണ് ഹിഡൻബർഗ്. അദാനി കമ്പനികളെക്കുറിച്ചുള്ള ഗവേഷണ റിപ്പോർട്ട് ഈ സ്ഥാപനം പ്രസിദ്ധീകരിച്ചത് കഴിഞ്ഞ ജനുവരിയിലാണ്. തെറ്റായ മാർഗങ്ങളിലൂടെ അദാനി കമ്പനികൾ ഷെയറിൻ്റെ മൂല്യം വർദ്ധിപ്പിക്കുന്നു എന്നതായിരുന്നു പ്രധാന ആരോപണം. യാതൊരു ഗവേഷണവും നടത്താതെ മുൻവിധിയോടെ തട്ടിക്കൂട്ടിയതാണ് ഈ റിപ്പോർട്ട് എന്നായിരുന്നു അദാനി കമ്പനിയുടെ പ്രതികരണം. ഈ റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് ഷെയറിൻ്റെ വില ഇടിയുകയും അദാനി ഗ്രൂപ്പ് വലിയ പ്രതിസന്ധിയിലാവുകയും ചെയ്തു. ഭാരത സർക്കാരിൻ്റെ നിർദ്ദേശമനുസരിച്ചാണ് സെബി ഈ കേസിൽ അന്വേഷണം ആരംഭിച്ചത്. ഇത് കുറ്റാന്വേഷണ ഏജൻസികളെ ഏൽപ്പിക്കണം എന്ന ആവശ്യമാണ് കോടതി ഇപ്പോൾ നിരസിച്ചത്. ചാരപ്രവൃത്തി നടത്തി എന്നാരോപിച്ച് വധശിക്ഷ വിധിക്കപ്പെട്ടിരുന്ന 8 ഇന്ത്യക്കാർക്ക് ഖത്തർ കോടതി ഇളവ് നൽകി. നാവികോദ്യോഗസ്ഥരായിരുന്ന ഇവർ ഖത്തറിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിലെ ജോലിക്കാരായിരുന്നു. മുങ്ങിക്കപ്പൽ നിർമ്മിക്കാനായി ഈ സ്ഥാപനം വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വിദ്യ ഇവർ ഇസ്രായേലിന് കൈമാറി എന്നാണ് ആരോപണം. നിയമപരമായും നയതന്ത്രത്തിലൂടെയും ഭാരത സർക്കാർ ഇതിൽ ഇടപെട്ടതിനെ തുടർന്നാണ് വധശിക്ഷ ഒഴിവായത്. കാലാവസ്ഥാ ഉച്ചകോടി സമ്മേളനം നടക്കുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി ഖത്തറിൻ്റെ ഭരണാധികാരിയുമായി ചർച്ചകൾ നടത്തിയതായി റിപ്പോർട്ടുണ്ടായിരുന്നു. കുറ്റവാളികളുടെ ജയിൽ ശിക്ഷ സ്വന്തം നാട്ടിലെ ജയിലിലേക്ക് മാറ്റാൻ അനുവദിക്കുന്ന ഒരു ഉടമ്പടി നേരത്തെ തന്നെ ഇന്ത്യ ഖത്തറുമായി ഒപ്പുവെച്ചിട്ടുണ്ട്. ശിക്ഷ പൂർണ്ണമായും ഇളവ് ചെയ്ത് കൊടുക്കാൻ ഖത്തറിലെ അമീറിന് അധികാരമുണ്ട്. ഏതു വിധേനയും ഇവരെ നാട്ടിലെത്തിക്കാനാണ് ഭാരത സർക്കാർ ശ്രമിക്കുന്നത്. വധശിക്ഷ ഒഴിവാക്കാൻ കഴിഞ്ഞു എന്നത് തന്നെ നയതന്ത്ര രംഗത്ത് ഇന്ത്യ നേടിയ വലിയ ഒരു വിജയമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി പ്രത്യേക താൽപ്പര്യമെടുത്ത് പാസാക്കിയ ഒരു നിയമത്തിലെ ചില വകുപ്പുകൾ സുപ്രീം കോടതി അസാധുവാക്കി. മന്ത്രിസഭ പിരിച്ചുവിടാനുള്ള സുപ്രീം കോടതിയുടെ അധികാരം നീക്കം ചെയ്യുന്ന വകുപ്പുകളാണ് അസാധുവായി പ്രഖ്യാപിച്ചത്. പ്രധാനമന്ത്രി അടക്കമുള്ള പല നേതാക്കളുടെയും അഴിമതി കേസുകൾ കോടതിയുടെ പരിഗണനയിലാണ്. പ്രതികൂലമായ വിധിയിലൂടെ ഭരണം നഷ്ടപ്പെടുന്നത് ഒഴിവാക്കാനാണ് ഈ നിയമപരിഷ്കരണം എന്ന് അന്നു തന്നെ പലരും ആരോപിച്ചിരുന്നതാണ്. തന്നെയുമല്ല, ഇസ്രായേലിലുടനീളം ഇതിനെതിരെ വലിയ ജനകീയ പ്രക്ഷോഭണമുണ്ടായി. ഈ പ്രക്ഷോഭണം നടക്കുമ്പോഴാണ് യുദ്ധം ആരംഭിച്ചത്. യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ജനകീയ സമരങ്ങൾ തീർത്തും ദുർബലമായി. എന്നാൽ ഇപ്പോഴത്തെ വിധി ഈ ജനകീയ സമരത്തിന് പുതുജീവൻ നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മന്ത്രിസഭയിലെ ചില അംഗങ്ങൾ പോലും നിയമം പരിഷ്കരിക്കുന്നതിനെ എതിർത്തിരുന്നതാണ്. ഈ നിയമം നിലനിൽക്കുന്നതുകൊണ്ടാണ് ഇസ്രായേലിലെ മന്ത്രിസഭകൾ അല്പായുസുകളായി പോകുന്നത് എന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ വാദം. പ്രതിഷേധ പ്രകടനങ്ങളെ ദുർബലമാക്കാനും തൻ്റെ പ്രതിച്ഛായ മെച്ചപ്പെടുത്താനും വേണ്ടിയാണ് ഈ യുദ്ധം നീട്ടിക്കൊണ്ടു പോകുന്നത് എന്നാണ് പലരുടെയും വിമർശനം.
ഹൗദി വിമതന്മാരുടെ 3 ബോട്ടുകൾ തകർത്തതായി അമേരിക്കയുടെ നാവികസേന അറിയിച്ചു. ചെങ്കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലിൽ നിന്നും സന്ദേശം ലഭിച്ചതിനെ തുടർന്നായിരുന്നു ഈ നടപടി എന്നും സൈനിക ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഹമാസിനെതിരെയുള്ള ആക്രമണം അവസാനിപ്പിക്കുന്നതുവരെ ഇസ്രയേലിലേക്ക് പോകുന്ന കപ്പലുകളെ ആക്രമിക്കും എന്നാണ് ഹൗദികളുടെ ഭീഷണി. യുദ്ധം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുവാൻ താൽപ്പര്യമില്ല എന്ന് അമേരിക്കയും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ചെങ്കടൽ സമുദ്രപാത സംരക്ഷിക്കും എന്നതാണ് അമേരിക്കയുടെ പ്രഖ്യാപിത നയം. അമേരിക്കൻ നാവികസേനയോട് നേരിട്ടേറ്റുമുട്ടാനുള്ള കരുത്തൊന്നും ഹൗദി വിമതന്മാർക്കില്ല. എന്നാൽ ചെങ്കടലിലൂടെയുള്ള സഞ്ചാരപാതയിൽ പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കാൻ ഇവർക്ക് കഴിയും. വളരെ ദരിദ്രമായ യമനിലെ ഹൗദികളെ താങ്ങി നിർത്തുന്നത് ഇറാനാണ്. അമേരിക്ക ഇറാൻ ശത്രുതയുടെ പശ്ചാത്തലത്തിൽ ചെങ്കടലിലെ ഉപരോധം തുടർന്നാൽ അമേരിക്ക ഇറാനെതിരെ നീങ്ങും എന്നാണ് എല്ലാവരും ഭയപ്പെടുന്നത്. ലോകത്ത് ഏറ്റവും കുറഞ്ഞ ജനന നിരക്കുള്ള ഒരു രാജ്യമാണ് ദക്ഷിണ കൊറിയ. 0.78% ഇപ്പോഴത്തെ ജനന നിരക്ക്. വർഷം തോറും ജനസംഖ്യയിൽ കുറവുണ്ടാകുന്നു. ഇത് പരിഗണിച്ച് സൈനികരുടെ എണ്ണം കുറയ്ക്കാൻ നേരത്തെ ഈ രാജ്യം തീരുമാനിച്ചിരുന്നതാണ്. എന്നാൽ അയൽരാജ്യമായ ഉത്തര കൊറിയ ആയുധശേഷി വർദ്ധിപ്പിക്കുകയും ആക്രമിക്കുമെന്ന ഭീഷണി മുഴക്കുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിലാണ് സൈനികരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് ദക്ഷിണ കൊറിയയ്ക്ക് ആലോചിക്കേണ്ടി വരുന്നത്. ഇപ്പോൾ തന്നെ പുരുഷന്മാർക്ക് നിർബന്ധിത സൈനിക സേവനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്ത്രീകളെ കൂടി ഇതിൽ ഉൾപ്പെടുത്തണം എന്നാണ് പുതിയ നിർദ്ദേശം. ഇതോടൊപ്പം തന്നെ പട്ടാളക്കാരുടെ എണ്ണം കുറച്ച് യുദ്ധത്തിൽ യന്ത്രമനുഷ്യരെ ഉപയോഗിക്കുന്ന രീതി വികസിപ്പിക്കാനും നിർദ്ദേശമുണ്ട്. എന്നാൽ സൈനികരെ ഒഴിവാക്കിക്കൊണ്ട് യുദ്ധത്തിൽ യന്ത്രമനുഷ്യരെ നിയോഗിക്കുക എളുപ്പമായിരിക്കില്ല എന്നാണ് വിദഗ്ധന്മാരുടെ അഭിപ്രായം. യന്ത്രമനുഷ്യർ തമ്മിൽ യുദ്ധം ചെയ്യുന്ന ഒരു കാലം അതിവിദൂരമല്ല എന്നാണ് പല വിദഗ്ധന്മാരുടെയും അഭിപ്രായം. ദുഃഖകരമായ വാർത്തകളുമായിട്ടാണ് പുതുവത്സരം പിറന്നത്. 48 പേരുടെ ജീവൻ അപഹരിച്ച സുനാമി ജപ്പാനെ നടുക്കിയത് പുതുവത്സര ദിനത്തിലാണ്. ഒരു യാത്രാ വിമാനം കോസ്റ്റ് ഗാർഡിൻ്റെ വിമാനവുമായി കൂട്ടിയിടിച്ചത് പിറ്റേ ദിവസമാണ്. കോസ്റ്റ് ഗാർഡ് വിമാനത്തിലെ ഒരാൾ ഒഴികെ എല്ലാവരെയും രക്ഷിക്കാൻ കഴിഞ്ഞു എന്നത് വലിയ ആശ്വാസമായി. ബ്രിട്ടനിൽ രാജാവ് ചാൾസ് മൂന്നാമനും വത്തിക്കാനിൽ ഫ്രാൻസിസ് മാർപ്പാപ്പായും പതിവ് ക്രിസ്തുമസ് സന്ദേശത്തിൽ യുദ്ധം അവസാനിപ്പിക്കണം എന്നാണ് ആവശ്യപ്പെട്ടത്. എന്നാൽ ഉക്രൈനെതിരെ രൂക്ഷമായ ആക്രമണം നടത്തിക്കൊണ്ടാണ് റഷ്യൻ പ്രസിഡന്റ് പുടിൻ പുതുവത്സരം ആഘോഷിച്ചത്. സംഘർഷം രൂക്ഷമാകുന്നു എന്ന വാർത്തയാണ് മിയാൻമറിൽ നിന്ന് ലഭിക്കുന്നത്. മണിപ്പൂരിൽ വീണ്ടും ആക്രമണങ്ങൾ ഉണ്ടായി. ഡെൻമാർക്കിൽ മർഗരീത്ത രാജ്ഞി സ്ഥാനമൊഴിയുന്നു എന്നത് സന്തോഷം നൽകുന്ന വാർത്തയാണ്. ചെറുപ്പക്കാരനായ മകനു വേണ്ടിയാണ് ഈ സ്ഥാനത്യാഗം. രണ്ടാമതു നടന്ന തിരഞ്ഞെടുപ്പിലും കോങ്കോ പ്രസിഡന്റ് വിജയിച്ചു എന്നതാണ് പുതുവത്സരം നൽകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. റഷ്യ ഉക്രൈൻ യുദ്ധം 3ാം വർഷത്തിലേക്ക് കടക്കുമ്പോഴും യുദ്ധം അവസാനിക്കുമെന്നതിൻ്റെ ഒരു സൂചന പോലും ലഭിക്കുന്നില്ല. തന്നെയുമല്ല, പൂർവാധികം ശക്തമായി ഇരു രാജ്യങ്ങളും ആക്രമണങ്ങൾ തുടരുന്നു എന്ന റിപ്പോർട്ടാണ് ലഭിക്കുന്നത്. ഈ വർഷം ഉക്രൈനിന് ഭീമമായ സാമ്പത്തിക സഹായം നൽകാനായിരുന്നു യൂറോപ്യൻ യൂണിയൻ്റെ തീരുമാനം. ഹംഗറിയുടെ എതിർപ്പ് മൂലം നാമമാത്രമായ തുകയാണ് അനുവദിച്ചത്. പ്രസിഡന്റ് ജോ ബൈഡനും വലിയ സാമ്പത്തിക സഹായം
വാഗ്ദാനം ചെയ്തിരുന്നതാണ്. ഇത് ഗണ്യമായി കുറയ്ക്കാനാണ് കോൺഗ്രസിൻ്റെ നിർദ്ദേശം. ആയുധശേഖരത്തിലും സൈനികരുടെ എണ്ണത്തിലും യുദ്ധം മൂലം വലിയ കുറവുണ്ടായിട്ടുണ്ട്. പുതിയ സൈനികരെ പരിശീലിപ്പിക്കുന്നതും ഒഴിഞ്ഞ ആയുധപ്പുര നിറയ്ക്കുന്നതും ചിലവേറിയ ഏർപ്പാടാണ്. തന്മൂലം കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിലാണ് ഉക്രൈൻ. UAEയുടെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചയെ തുടർന്ന് റഷ്യയും ഉക്രൈനും യുദ്ധത്തടവുകാരെ പരസ്പരം കൈമാറാൻ തയ്യാറായി എന്നത് ആശ്വാസം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം 2024 തിരഞ്ഞെടുപ്പ് വർഷമാണ്. ഡിസംബറിലാണ് തിരഞ്ഞെടുപ്പ്. ജനുവരിയിൽ പുതിയ പ്രസിഡന്റ് വരും. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥി ഇപ്പോഴത്തെ പ്രസിഡന്റ് ജോ ബൈഡനാണ്. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥി റൊണാൾഡ് ട്രംപ് ആകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. റഷ്യ ഉക്രൈൻ യുദ്ധവും ഹമാസ് ഇസ്രായേൽ യുദ്ധവും തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും എന്ന കാര്യത്തിൽ രണ്ട് കക്ഷികൾക്കും സംശയമില്ല. അമേരിക്കയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും യഹൂദന്മാർക്ക് വലിയ സ്വാധീനമുണ്ട്. തന്മൂലം ഇസ്രായേലിനെതിരായ നടപടികൾ തിരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കും എന്ന ഭയം രണ്ട് കക്ഷികൾക്കുമുണ്ട്. റഷ്യയെ വിജയിക്കാൻ അനുവദിച്ചാൽ അത് തങ്ങൾക്ക് ഭീഷണിയാകും എന്നാണ് അമേരിക്കയുടെ വിലയിരുത്തൽ. തെക്കേ അമേരിക്കയിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റം തടയണം എന്നാണ് ഇരു കക്ഷികളും ആവശ്യപ്പെടുന്നത്. മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് എഗെയിൻ എന്നതാണ് ട്രംപിൻ്റെ മുദ്രാവാക്യം. തന്മൂലം ട്രംപിൻ്റെ പാർട്ടി വിജയിച്ചാൽ രണ്ട് യുദ്ധങ്ങളും അവസാനിക്കും എന്നാണ് പലരും പ്രതീക്ഷിക്കുന്നത്. എത്രയും വേഗം അമേരിക്ക ഈ യുദ്ധം അവസാനിപ്പിക്കാൻ മുൻകൈ എടുക്കണം എന്നാണ് ലോകരാഷ്ട്രങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇസ്രായേൽ ഗാസയിൽ നടത്തുന്നത് വംശഹത്യയാണ്. ഈ രാജ്യത്തിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ട് ദക്ഷിണാഫ്രിക്ക അന്താരാഷ്ട്ര നീതിന്യായ കോടതിയെ സമീപിച്ചു. 21,000-ത്തിലധികം ആൾക്കാരെ ഇതിനകം ഇസ്രായേൽ കൊന്നിട്ടുണ്ട്. വംശഹത്യക്കെതിരെയുള്ള അന്താരാഷ്ട്ര ഉടമ്പടിയിൽ ഒപ്പിട്ടിട്ടുള്ള ഒരു രാജ്യമാണ് ഇസ്രായേൽ. ഈ ഉടമ്പടി അനുസരിച്ചുള്ള ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റാൻ ഇസ്രായേൽ തയ്യാറാകണമെന്നും ദക്ഷിണാഫ്രിക്ക ആവശ്യപ്പെട്ടിട്ടുണ്ട്. അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കുന്നു എന്നാണ് ഇസ്രായേലിൻ്റെ വിശദീകരണം. ഹമാസുമായി നേരിട്ട് ബന്ധമില്ലാത്തവർ യുദ്ധമേഖലയിൽ നിന്നും ഒഴിഞ്ഞു പോകാൻ അനുമതി നൽകിയതിന് ശേഷമാണ് ആക്രമണം നടത്തുന്നത് എന്ന വാദവും ഇസ്രായേൽ മുമ്പോട്ട് വയ്ക്കുന്നു. അന്താരാഷ്ട്ര കോടതിയിൽ ഹാജരായി തങ്ങളുടെ വാദങ്ങൾ അവതരിപ്പിക്കാനാണ് ഇസ്രായേലിൻ്റെ തീരുമാനം. അടുത്ത കാലത്തൊന്നും ഈ കേസിൻ്റെ വിചാരണ അവസാനിക്കില്ല. പ്രതികൂലമായ വിധി ഉണ്ടായാൽ പോലും അത് നടപ്പാക്കാൻ കഴിയും എന്ന് തോന്നുന്നില്ല. ഈ വർഷം ബ്രിക്സിലെ അംഗസംഖ്യ 11 ഉയരും. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങൾ സ്ഥാപക അംഗങ്ങളാണ്. സൗത്ത് ആഫ്രിക്ക കൂടി ഇതിൽ ചേർന്നതോടെയാണ് ബ്രിക് എന്നത് ബ്രിക്സ് ആയി മാറിയത്. സൗദി അറേബ്യ, UAE, ഇറാൻ, ഈജിപ്ത്, എത്യോപ്യ, അർജന്റീന തുടങ്ങി 6 രാജ്യങ്ങളാണ് ഈ കൂട്ടായ്മയിൽ ചേരാൻ നേരത്തെ താൽപ്പര്യം പ്രകടിപ്പിച്ചത്. അർജന്റീന ഒഴികെയുള്ള എല്ലാ രാജ്യങ്ങളും അംഗങ്ങളായതോടെയാണ് അംഗസംഖ്യ 11 ഉയർന്നത്. വികസിത രാജ്യങ്ങളുടെ കൂട്ടായ്മ എന്ന രീതിയിലായിരുന്നു ഈ സംഘടനയുടെ രൂപീകരണം. ഇന്ത്യ, ചൈന, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള വ്യാപാരം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മധ്യേഷ്യയിൽ നിന്നും സൗദി അറേബ്യ, UAE, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങൾ ഈ കൂട്ടായ്മയുടെ ഭാഗമായത്. എന്നാൽ ഇതിനെ അമേരിക്കയ്ക്കെതിരെയുള്ള ഒരു നീക്കമായിട്ടാണ് പലരും കാണുന്നത്.
ഈ അടുത്ത കാലത്തു നടന്ന തിരഞ്ഞെടുപ്പിൽ വിജയിച്ച അർജന്റീനയുടെ പ്രസിഡന്റ് അമേരിക്കയുടെ സുഹൃത്താണ്. ഈ അടുപ്പം മൂലമാണ് പഴയ തീരുമാനത്തിൽ മാറ്റമുണ്ടായത് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. വാരാന്ത്യ ലോക വൃത്താന്തം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ജെ ജേക്കബ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജൻവാണി 90.8 കമ്മ്യൂണിറ്റി FM. അറിയേണ്ടതും കേൾക്കേണ്ടതും മാത്രം.